ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് AI അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചും മെഷീൻ ലേണിങ്ങിനെ കുറിച്ചും പഠിക്കാം. നമ്മൾ യൂട്യൂബ് തുറക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോകൾ എങ്ങനെ റെക്കമെൻഡ് ചെയ്യപ്പെടുന്നു? ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കോണ്ടന്റ് മാത്രം എങ്ങനെ വരുന്നു? ആമസോണിൽ ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്താൽ അതുപോലുള്ള പ്രൊഡക്ട്സ് വീണ്ടും വീണ്ടും എങ്ങനെ കാണിക്കുന്നു? ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു മാജിക് അല്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിങ്ങുമാണ്. AI എന്നത് വെറും റോബോട്ടുകളോ സിനിമകളിൽ കാണുന്ന ഫ്യൂച്ചറിസ്റ്റിക് മെഷീൻസോ മാത്രമല്ല. നമ്മൾ യൂട്യൂബ് തുറക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള വീഡിയോകൾ സജസ്റ്റ് ചെയ്യുന്നത്, സ്പോട്ടിഫൈ നമ്മുടെ മൂഡ് അനുസരിച്ച് സോങ്സ് റെക്കമെൻഡ് ചെയ്യുന്നത്, ആമസോൺ നമുക്ക് വേണ്ട പ്രോഡക്ട്സ് കാണിച്ചു തരുന്നത്, ഇതെല്ലാം മെഷീൻ ലേണിംഗ് എന്ന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ്. അപ്പോൾ മെഷീൻ ലേണിംഗ് എന്താണ്? ലളിതമായി പറഞ്ഞാൽ കമ്പ്യൂട്ടറുകളെ ഡാറ്റ ഉപയോഗിച്ച് പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് അത്. ഒരു കുഞ്ഞ് പലതവണ പൂച്ചയെ കണ്ട ശേഷം ഇത് പൂച്ചയാണ് എന്ന് തിരിച്ചറിയുന്നത് പോലെ ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ കമ്പ്യൂട്ടറിന് നൽകുമ്പോൾ അതും പാറ്റേണുകൾ പഠിക്കുന്നു. ഈ പഠന പ്രക്രിയയെ ട്രെയിനിങ് എന്ന് വിളിക്കുന്നു. പിന്നീട് പുതിയ വിവരങ്ങൾ നൽകി അതിൻ്റെ അറിവ് പരിശോധിക്കും. അതാണ് ടെസ്റ്റിംഗ്. ഇതിനായി ഡിസിഷൻ ട്രീ, റാൻഡം ഫോറസ്റ്റ് പോലുള്ള അൽഗോരിതംസ് ഉപയോഗിക്കുന്നു. ഇവ ഡാറ്റയെ വിശകലനം ചെയ്ത് മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു. ഇന്ന് മെഡിക്കൽ ഡയഗ്നോസിസ് മുതൽ സെൽഫ് ഡ്രൈവിംഗ് ക്ലാസ് വരെ, ഓൺലൈൻ ഷോപ്പിംഗ് മുതൽ സൈബർ സെക്യൂരിറ്റി വരെ മെഷീൻ ലേണിംഗ് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുകയാണ്. അതിനാൽ AIയും മെഷീൻ ലേണിംഗും ഭാവിയുടെ സാങ്കേതിക വിദ്യ മാത്രമല്ല, ഇന്നത്തെ ലോകം തന്നെ മുന്നോട്ട് നയിക്കുന്ന ശക്തിയാണ്. ഈ മേഖലയിൽ അറിവ് നേടുന്നത് നാളെയുടെ അവസരങ്ങളിലേക്കുള്ള ഒരു വലിയ ചുവടുവെപ്പാണ്. താങ്ക് യു ഓൾ. ഹാവ് എ ഗ്രേറ്റ് ഡേ.